തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിൻ്റെ പകയൊന്നും സുധാകരന് തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. VD സതീശനെതിരെ പരസ്യമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഓണസദ്യ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് കഴിച്ചതിനെയാണ് വിമർശിക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു, VD സതീശന് ഇതെന്ത് പറ്റി, കുന്നംകുളത്തെ ഇത്രയും വലിയ മർദ്ദനം യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഉണ്ടായിട്ടും നിങ്ങൾ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് സദ്യ കഴിച്ചില്ലേ എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. ഇത് ആ കലിപ്പ് അടക്കുന്നില്ല എന്നുള്ളതാണല്ലേ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂക്കാർ ഒരുപാട് പേര് നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പരിചയമുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ വളരെ നല്ല മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് കുറേ ഈ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാരിലൂടെ ഈ കണ്ണൂക്കാർക്ക് തലവെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ഇതൊക്കെ കണ്ണൂക്കാരുടെ സ്വഭാവമാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ കണ്ണൂക്കാർ ഭയങ്കര അക്രമകാരികളാണ്. ഇങ്ങനെ വളരെ ഒരു ഈ രാഷ്ട്രീയത്തിലൂടെയും രാഷ്ട്രീയ നേതാക്കളിലൂടെയും ഇങ്ങനെ ഒരു ധാരണ വന്നിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അതിനകത്ത് ചില സത്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കണ്ണൂരിലെ രാഷ്ട്രീയത്തെ നയിക്കുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമാണ്. അത് കോൺഗ്രസ്സുകാരനെ ആണെങ്കിലും BJPക്കാരനെ ആണെങ്കിലും. ഉദാഹരണത്തിന് പണ്ട് ഈ ബീഫ് ഫെസ്റ്റ് നടത്തിയ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യനെ അധപ്പതിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു അധപ്പതനം ഒരു മൃഗത്തിനെ കൊന്നിട്ട് ആഘോഷം നടത്താമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിവിടെ ഈ കേസൊക്കെ എടുക്കുന്നത് ബലിയുടെ ഭാഗമായിട്ട് കൊല്ലുന്ന പോലും നിരോധിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നിട്ട് അവിടെ ഈ മൃഗത്തിനെ കൊന്നിട്ട് ആഘോഷിക്കുക, ബീഫ് ഫെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് ബീഫ് ഫെസ്റ്റ് നടത്തിയ സമയത്ത് നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെങ്കിൽ CPM-നേക്കാൾ വലിയ ആവേശമാണ് ഞങ്ങൾക്കെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പരസ്യമായിട്ട് ജനങ്ങളുടെ മധ്യത്ത് കൊണ്ടുവന്നൊരു പശുവിനെ, ഒരു കാളക്കുട്ടീനെ കഴുത്തറുത്തു. ആലോചിച്ചു. അതായത് കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ CPM-നേക്കാട്ടി വലിയ ആവേശം ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണൂരിലെ കോൺഗ്രസ്സുകാരെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPM-ൻ്റെ സംസ്കാരമാണ്. അതേ സംസ്കാരം തന്നെയാണ് സുധാകരൻ്റെ സംസ്കാരത്തിന്. കാരണം അറ്റാക്കിംഗ് ആണല്ലോ. ഒരു പ്രസ്താവനകളാണെങ്കിലും സംഭാഷണത്തിലാണെങ്കിലും സുധാകരനൊക്കെ വൈകാരികമായിട്ടല്ലാതെ സുധാകരൻ സംസാരിക്കുന്നത് കാണാറില്ല. വളരെ അപൂർവമാണ്. വളരെ സാധാരണ മനുഷ്യന്മാരൊക്കെ പണ്ട് പറയായിരുന്നു ഏകദേശം കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ കുറച്ച് ഈ സമചിത്തതയൊക്കെ വരുമെന്നുള്ളത്. പക്ഷെ കണ്ണൂക്കാരിൽ പൊതുവേ അത് കാണുന്നില്ല. ഈ 80 വയസ്സ് കഴിഞ്ഞാലും ഈ കൗമാരത്തിൻ്റെ സ്വഭാവങ്ങൾ. പണ്ട് പിണറായി വിജയനും സുധാകരനും തമ്മിൽ കോളേജ് വെച്ചുള്ള തമ്മിലടി, അടി, അവർ ഈ 70കളുടെ അവസാനത്തിൽ പോലും ഇപ്പോഴും അത് പറഞ്ഞ് ഞാൻ അവനെയാണ് അടിച്ചത്, അവൻ എന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ടീനേജേഴ്സാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഈ വൃദ്ധന്മാർക്ക് അല്ലെങ്കിൽ ഒരു വൃദ്ധകളിൽ കാണുന്നില്ല കേട്ടോ, വൃദ്ധന്മാരിൽ കാണുന്നൊരു പൊതു സ്വഭാവം ഈ അവരിൽ ഈ കുട്ടിത്തത്തെക്കാളും ഉപരി ടീനേജേഴ്സിൻ്റെ സ്വഭാവം വരാനായിട്ട് കാണുന്ന സംശയം. ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇവിടുത്തെ VD സതീശൻ്റെ കേസ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ. ഇപ്പോൾ ഓണം, ഇത് ശരിയാണ്. ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കൂടെ അദ്ദേഹം ഈ കുന്നംകുളത്തൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അല്ലാതാവുന്നില്ലല്ലോ. ജനാധിപത്യ സംവിധാനത്തിൽ അദ്ദേഹം നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അവിടെ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിനോട് നമ്മൾ മാന്യത പുലർത്തണം. അപ്പോൾ അവിടെ ഒരു ഓണാഘോഷത്തിന് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നു. പ്രതിപക്ഷ നേതാവും നമ്മളുടെ നികുതി പണം കൊണ്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ നിലനിർത്തി പോകുന്നത്. കാര്യം ഒരു മറ്റൊരു നോട്ടത്തിന് വേണ്ടിയിട്ടാണ്, ഭരണകക്ഷിയുടെ മറ്റൊരു നോട്ടത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഭരണകക്ഷിയെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളവിടെ നിർത്തുന്നത്. ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒപ്പോസിഷൻ എന്നുള്ള ഇംഗ്ലീഷ് എന്നുള്ള വീണ്ടും പരിഭാഷയുടെ പ്രശ്നം കൊണ്ടാണ്. നമ്മൾ പ്രതിപക്ഷം എന്ന് വെച്ചാൽ ഒരേ സംഭവത്തിനെ 2 രീതിയിൽ കാണുക. അതുകൊണ്ടാണ് നമ്മൾ ഈ വ്യവഹാര സമിതികളുടെ മുമ്പിൽ വാദിയും പ്രതിയും വരുന്ന സാധനം. 2 വശങ്ങളും കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഷയം, നമ്മൾ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൻ്റെ 2 വശങ്ങളും കാണിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഈ ഒരു പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിൽ പോയി പങ്കെടുത്ത് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സംഗതിയാണ്. കാര്യം എത്ര തന്നെ ഒരു പ്രക്ഷോഭ മുഖത്താണെങ്കിൽ പോലും ഓണത്തിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് എന്താ പ്രയോജനം? പലത് മാത്രമല്ല, നമ്മളൊരു പ്രതിഷേധത്തിന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ ശക്തി കളയരുത്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ശക്തിയേറിയ ചില ആയുധങ്ങളാണ് പ്രകടനങ്ങൾ, പ്രക്ഷോഭങ്ങൾ, നിരാഹാര സത്യാഗ്രഹം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ മൂർച്ച ഇല്ലാണ്ടായി നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു?
എന്ത് സംഭവം ഉണ്ടായാലും ആർക്കും അറിയാം. ഈ ലോകത്തിൽ ഇനി ഏത് സ്വേച്ഛാധിപതിക്ക് വേണമെങ്കിലും ജനാധിപത്യത്തെ ഉപയോഗിച്ച് ഭരിക്കാം എന്നുള്ള ഒരു ബോധ്യം വന്നു. കാരണം എന്താ, 2 ദിവസം ചാനൽ ചർച്ച, ഒരു വഴിതടയൽ, 2 ദിവസം മുദ്രാവാക്യം വിളി, അത് കഴിഞ്ഞ് വേറൊരു വിഷയം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോക്കുള്ളൂ, മറ്റേത് മറന്നു പോകും. തീർന്നു. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇതാണ് ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന സംഗതി. കാര്യം അത് ചില ശക്തമായ ആയുധങ്ങൾ ഒരിക്കലും വെറുതെ എടുത്ത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മളൊരെണ്ണത്തിന് ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രക്ഷോഭം ഫലം കാണുമോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് നിശ്ചയിക്കണം. ഏകദേശ ധാരണ ഉണ്ടാവണം ഫലം കാണുമെന്നുള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ അതങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ അനുകൂലിക്കേണ്ട വിഷയങ്ങൾ അനുകൂലിക്കണം. അവിടെയാണ് ശശി തരൂരിൻ്റെ ക്രെഡിബിലിറ്റി വരുന്നത്. ശശി തരൂർ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി ഇഷ്യൂ അദ്ദേഹം ഇറക്കിയ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഇത് ഈ ഒരു സംശയം ദൂരീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം ചില നല്ല സ്വീകാര്യമായ നടപടികൾ ഗവൺമെൻറ് എടുക്കുമ്പോൾ ഗവൺമെൻറ് നടപടിയെ അദ്ദേഹം ഇപ്പോൾ ഓപ്പറേഷൻസിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെയും ഒരു രാജ്യത്തെ പൗരൻ നിലയിൽ അതിനെ പിന്തുണച്ചു. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ലീഡേഴ്സിനുള്ള ഒരു ക്രെഡിബിലിറ്റി വരുന്നു. അതേപോലെ കൺസ്ട്രക്റ്റീവായിട്ട് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ജനമായിരിക്കണം പ്രാമുഖ്യത്തിൽ വരേണ്ട സാധനം അല്ലേ? അപ്പോൾ എന്ന് പറയുന്നതിലുള്ളൊരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. അവിടെയാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശൻ ഇത്രയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് പോലും ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രിയുടെ ഒപ്പം പോയി അദ്ദേഹം സദ്യ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്കിടുന്ന കൾച്ചർ ഡിഫറൻ്റാണ്. മനസ്സിലായില്ലേ? അവിടെയാണ് ജനാധിപത്യത്തിൽ വിയോജിച്ചുകൊണ്ടും ശക്തമായ എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടും അതേ സമയത്ത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്നിച്ചാണ് നീങ്ങേണ്ടതെന്നുള്ള ജനാധിപത്യത്തിൻ്റെ ശക്തമായ ഒരു മെസ്സേജ് സതീശൻ അതിലൂടെ കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. മറിച്ച് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന വ്യക്തിക്ക് പോലും എടുക്കാവുന്ന ഒരു തീരുമാനമാണ് ഇല്ലേ? അവൻ എന്നെ വിളിച്ചില്ല, എന്നെ അവൻ മറ്റേതില്ല, ഞാൻ അതുകൊണ്ട് തെരുവ് വിളിച്ചു, അതല്ലെങ്കിൽ ഇങ്ങോട്ട് തെരുവ് വാടാന്ന് വിളിക്കുമ്പോൾ പോടാന്ന് വിളിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, പരിഷ്കൃതനായിട്ടൊന്ന് മാത്രമല്ല, ഒരു സാമാന്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ചേർന്ന സ്വഭാവമല്ലത്. ഇപ്പം തെരുവിൽ പോലും അങ്ങനെ ആൾക്കാർ ചെയ്യാറില്ല. സോഷ്യൽ മീഡിയയിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇപ്പം നമ്മുടെ ഈ പണ്ടത്തെ തെരുവുകളിൽ പണ്ട് തെരുവ് ഗുണ്ടകൾ എന്നൊക്കെ പറയുമായിരുന്നു ആൾക്കാർ. ഇപ്പം നമ്മൾ ആ തെരുവ് നമ്മുടെ മാർക്കറ്റിലൊക്കെ പോയി നോക്കുമല്ലോ, യാതൊരു പ്രശ്നമില്ല, സമാധാനമായിട്ട് ആൾക്കാർ കച്ചവടം നടത്തുന്നു, തിരിച്ചു പോകുന്നു അല്ലേ? തെരുവിളിയും ബഹളവും ഒന്നുമില്ല. ഇന്ന് മാർക്കറ്റിലൊക്കെ സ്ത്രീകൾക്കൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും, കുട്ടികൾക്കൊക്കെ. തെരുവിളിയും ബഹളവും ഗുണ്ടപ്പരിപാടിയൊന്നുമില്ല. മറിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് അതെല്ലാം അവിടെ ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ ഒരു സാധനമുണ്ട്. അപ്പോൾ അവിടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് പോയി ഓണസദ്യ ഉണ്ടത് അതൊരു നല്ല മെസ്സേജ് തന്നെയാണ്. അത് മറിച്ചായിരുന്നെങ്കിൽ ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് അതൊരു മോശം സന്ദേശം തന്നെയായിരുന്നു. മാത്രമല്ല ഓണത്തിൻ്റെ സന്ദേശം പോലും അവിടെ വിസ്മരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ സമയത്ത് എത്ര തന്നെ കാണം വിറ്റ് ഓണം ഉണ്ണണമെന്നാണല്ലോ പറയുന്നത് അല്ലേ? കാണം വിറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാൻ അവശേഷിക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതും കൂടെ വിറ്റിട്ട് ഓണം ഉണ്ണുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത്തരം സന്ദർഭങ്ങളിൽ പകയും വൈരാഗ്യവും ഈ പറഞ്ഞതുപോലെ വളരെ എന്താ പറയുക ഈ ജന്തുസഹജമായിട്ടുള്ള മനോവികാരങ്ങളും പ്രകടിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് തോന്നുന്നു സതീശൻ വളരെ ഈ അടുത്ത കാലത്ത് ചെയ്തൊരു നല്ല പരിപാടികളിലൊന്നും മുഖ്യമന്ത്രിയായിട്ട് പോയിരുന്ന് ആ ഓണസദ്യ കൊണ്ട് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.